നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ രൂപേഷേട്ടാ? നേരത്തെ സംഭവിച്ച കാര്യത്തിലെ അവന് വല്ലാത്ത കുറ്റബോധം കാണും. അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനൊരു മെസ്സേജ് അയച്ചത്. അത് നമ്മൾ അപ്പോഴേ പറഞ്ഞു തീർത്തതല്ലേ. അവൻ അങ്ങനെ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല. ഉള്ളുകൊണ്ടൊരു പാവത്താനാ. മൊബൈല് ഞാൻ വിചാരിച്ച് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ വലിയ കാര്യമൊന്നാ. ഇത് ചുമ്മാ മെസ്സേജിന്റെ കാര്യം ഞാൻ അവനോട് സംസാരിക്കണോ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ഇത് അറിഞ്ഞതായി ഭാവിക്കണ്ട. അവന് ചിലപ്പോ അത് നാണക്കേടായാലോ. ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. നിഖിലിനോട് എനിക്ക് പിണക്കൊന്നുമില്ല. നിഖിലിന് ഈ വീട്ടിൽ എല്ലാവരോടും ഇഷ്ടം കൂടണമെന്നും സൗഹൃദത്തിലാവണമെന്നൊക്കെ ഉണ്ട്. അതെ, പക്ഷേ കഴിഞ്ഞ ചില സംഭവങ്ങൾ കാരണം അവനെ എല്ലാരും സംശയത്തോടു കൂടിയാ നോക്കുന്നത്. മുൻപ് നടന്ന സംഭവത്തിൽ നിഖിൽ ശരിക്കും കുറ്റക്കാരൻ തന്നെയാ. അത് ശരിയാ. അന്ന് നിഖിലിന്റെ കൂടെ വന്നവരൊക്കെ അലിമ്പ് കൂട്ടുകാരന്മാരായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. UK പഠിക്കാൻ പോയതിനു ശേഷം ആളിന് ആകെ ഒരു ചേഞ്ച് വന്നു. സംസാരത്തിൽ തന്നെ ഒരു മാന്യത വന്നു. അല്ലേ ബോസേ? അതാണ് ഇപ്പൊ നിഖില് ഡീസന്റ് ആയി. ചിലപ്പോ ശ്രേയോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടായിരിക്കാം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നേ. ഈ പറഞ്ഞത് കറക്റ്റ്. മനസ്സിൽ കുറ്റബോധം കിടന്ന് നീറി അതൊരു സ്നേഹമായി മാറാനും വഴിയുണ്ട്. താക്കോലെ മിണ്ടി പോരുത്. കുറ്റബോധം നീറി സ്നേഹമാവും പോലും. ഇങ്ങനെ പുറത്ത് മെസ്സേജ് അയക്കുന്ന പല അവന്മാരെയും എനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ. എന്നാ പിന്നെ ശ്രേയ ഇവിടെ കുറച്ച് സമയം കൂടെ ഇരുന്ന് കാറ്റ് കൊണ്ടോ. നമുക്ക് പോവാം ബോസേ. വാ പോവാം. ശരി, വരട്ടെ. അതെ, ഒന്ന് നിന്നേ. എന്താ, ഞാൻ സംസാരിക്കണോ? അല്ല, അത് വേണ്ടെന്ന് പറയാനായിരുന്നു. നിഖിലിനോട് ഞാൻ തന്നെ പറഞ്ഞോളാം. അതെ, അത് തന്നെയാ നല്ലത്. അല്ല, ഈ രണ്ടുപേരും സംസാരിക്കാനുള്ളത് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതാണ് നല്ലത്. അല്ലേ ബോസേ? പിന്നെ അതെ. എന്നാ പിന്നെ കമോൺ. എന്തായാലും സംഗതി ഏറ്റു. കാര്യങ്ങൾ നമ്മൾ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ഇത് സെറ്റാകും, ഇല്ലെങ്കിൽ നമ്മൾ സെറ്റാക്കും. അയാ മതിയായിരുന്നു. വാ. അഞ്ജു, ഞാനൊരു കൺഫ്യൂഷനില്ല. ഇതില് ഏത് കളറാ നല്ലത്? അമ്പലത്തിലേക്ക്. ഏയ് വേണ്ട വേണ്ട വേണ്ട, രൂപേഷേട്ടനെ വിളിക്കണ്ട. നീ തന്നെ പറഞ്ഞാ മതി. പറ. ആ
എന്റെ മനസ്സിലും ഈ കളർ തന്നെ ആയിരുന്നു. ആ പിന്നെ ഞാൻ ഈ കളറാ സെലക്ട് ചെയ്തതെന്ന് നീ രൂപേഷ് ചേട്ടനോട് പറയരുത് കേട്ടോ. അതൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. നീ എന്തിനാ ഇപ്പൊ വന്നേ? ഞാനേ ഉടനെ വന്നേക്കാന്ന് നീ അമ്മയോട് പറഞ്ഞേക്ക്. ഏയ് അഞ്ചു അഞ്ചു അഞ്ചു, ഈ സാരിയുടെ കളറിന്റെ കാര്യമേ നീ രൂപേഷിനോട് പറയരുത്. രൂപേഷ് ചേട്ടന് എന്റെ മനസ്സറിയാൻ പറ്റുമോന്ന് ഒന്ന് നോക്കാം. നീ ഇത്രയ്ക്ക് ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. നിനക്ക് കമ്പനിയുടെ CEO ആവണമെങ്കിൽ നീ അഞ്ജനെ കല്യാണം കഴിച്ചേ പറ്റൂ. നീ എന്താ അത് പരിഹാസത്തിൽ ചിരിച്ചു കളിയത്? രഞ്ജിനി പറഞ്ഞതല്ലേ ശരി. സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിനക്ക് മടിയുണ്ടാവും. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനിയും അതിന്റെ പേരിലുള്ള സകല സ്വത്തുക്കളും നമ്മുടെ കയ്യിലേക്ക് വരാൻ ഇതു മാത്രമേ ഒരു വഴിയുള്ളൂ. അച്ഛൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? നമുക്ക് അർഹതപ്പെട്ട സ്വത്തുക്കൾ പോലും ആ സ്റ്റേ കാരണം നമുക്ക് കിട്ടില്ല. കോടതി അതൊക്കെ തടഞ്ഞിരിക്കുക. ഒരർത്ഥത്തിൽ അവനത് ചെയ്തത് നന്നായി. ഇനിയിപ്പോ പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കല്ലോ. പഴയ 10% നിന്ന് ഏട്ടത്തി തീരുമാനിക്കുന്ന 1% കണക്കിലേക്ക് എല്ലാ സ്വത്തുക്കളും മാറും. അതിനു മുമ്പേ ഈ കല്യാണം നമുക്ക് നടത്തിയേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും ഇനി ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഒന്നും അറിയാതെയല്ല ഞാൻ UK നിന്ന് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് പോകുന്നത്. കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചിട്ട് തന്നെയാ. എന്ത് കാര്യങ്ങൾ? അച്ഛാ, വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പല. എടാ, അതൊക്കെ നിന്റെ വെറും തോന്നലുകൾ മാത്രമാ. തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊന്നും ഒരിക്കലും പറയാറില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. അഞ്ജനെ പോലെ ഒരു ഊമ പെണ്ണിനെ കല്യാണം കഴിച്ച് പൊളിയാൻ പോകുന്നൊരു ബിസിനസിന്റെ CEO ആയിരിക്കാനേ എനിക്ക് താല്പര്യമില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരാളാണ്. ഉയരങ്ങളിൽ എത്തണമെന്ന ആഗ്രഹവുമായി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ചുറ്റിന് ഒരുപാട് പേര് കാണും. പക്ഷേ നമുക്ക് ആവശ്യമുള്ളവരെ വേണം നമ്മൾ കൂടെ കൂട്ടാൻ. അച്ഛാ, ഉയരത്തിലേക്ക് കുതിക്കുന്നവരുടെ കൂടെ മാത്രമേ നമ്മൾ പോകാവൂ. വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തകർച്ചയിലേക്കാണ്. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളായി പറയുന്നേ? നിനക്ക് കമ്പനിയെക്കുറിച്ച് ഒന്നും അറിയില്ല, അതിന്റെ ആസ്തിയെക്കുറിച്ചും അറിയില്ല. അച്ഛാ, കുഴിച്ചു കുഴിച്ച് ഉറവ പറ്റാറായിപ്പോയ ഒരു ഖനിയാണ് നമ്മുടെ കമ്പനി. എനിക്ക് ഒരു വലിയ കമ്പനിയുടെ CEO ആകാനാണ് ഇഷ്ടം. ഞാനീ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അച്ഛൻ അധികം വൈകാതെ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് അഞ്ജനെ വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ല. കമ്പനിയുടെ CEO ആവാൻ എനിക്ക് പറ്റില്ല. ഇത് രണ്ടുമേ ഒരു നഷ്ട കച്ചവടം. നിഖിൽ, ഇവനിതെന്ത് പറ്റി? എന്തൊക്കെയാ ഇവൻ പറഞ്ഞിട്ട് പോകുന്നേ? കമ്പനി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോലും. ആരാ ഇവനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? നമ്മുടെ എല്ലാ പ്ലാനും പൊളിഞ്ഞു പോവാണല്ലോ എതിയേട്ടാ. വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ കുറിച്ച് അവനൊന്നും അറിയില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ചെയ്തു തീർക്കാതെ ഇന്നുവരെ ഞാൻ തിരികെ പോയിട്ടില്ല. നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മുടെ മകൻ അഞ്ജനെ തന്നെ വിവാഹം കഴിക്കും.